കേരളത്തിലെ ആദ്യ തുറന്ന ജയിൽ സ്ഥാപിതമായത് എവിടെ? ഞാൻ കേട്ടില്ല. തിരുവനന്തപുരം തന്നെ. തിരുവനന്തപുരം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ പേര് പൂജപ്പുരയല്ല, നാഗക്കിന്റെ തുഞ്ചത്ത് ഇരിക്കാൻ ആ പേര്. വിയ്യൂരാണ്. കൊല്ലമാണോ? കണ്ണൂർ. കുതിരവട്ടോ? വേറെയാണ്, വേറെ സ്വന്തമായിട്ട് കൈയടിക്കുന്ന അണ്ണന് എല്ലാവരും കൂടെ ഒരു കൈയടി കൊടുത്താണ്. എനിക്ക് സഹായിച്ചു തരണ്ട. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് പാണന്റെ മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീ വിനായക ഏജൻസീസാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. പാണന്റെ മുക്ക് കേന്ദ്രമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമ്മുടെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകളെല്ലാം തന്നെ മിതമായ വിലയിൽ ലഭിക്കുന്നു. വിവിധ കമ്പനികളുടെ പെയിൻറ്റുകളെല്ലാം കമ്പനി വിലയിൽ ലഭിക്കുന്ന സ്ഥാപനമാണ്. അവർ നൽകുന്ന ഈ സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യ തുറന്ന ജയിൽ സ്ഥാപിതമായത് എവിടെ? അത് തിരുവനന്തപുരം അല്ലേ? എവിടെയാണ്? ഞാൻ കേട്ടില്ല. എവിടെയാണ്? തിരുവനന്തപുരം തന്നെ. തിരുവനന്തപുരം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ പേര് പൂജപ്പുരയല്ല. എന്തിനാ പേര്? ആൾക്കാർ വരുന്നുണ്ട്, അവരോട് ചോദിക്കാത്ത പേരങ്ങനെ കിട്ടുന്നില്ല. നാഗക്കിന്റെ തുഞ്ചത്ത് ഇരിക്കാൻ ആ പേര്. തിരുവനന്തപുരം ആ ഭാഗം അങ്ങോട്ട് പോകുന്ന അട്ടക്കുളങ്ങരയല്ല, ആട്ടക്കുളങ്ങര തന്നെ. ആട്ടക്കുളങ്ങരയല്ല, മറ്റൊരു സ്ഥലമാണ്. ഇവിടെ എന്തായാലും മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ഞങ്ങളുടെ കൈവശമുള്ളത് ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. അപ്പോൾ ഈ പോരയിടത്ത് ഇന്നിപ്പോൾ സായംകാലം ഇങ്ങനെ പോകുന്നു. ഇന്നെന്തെങ്കിലും വിശേഷമുണ്ടോ? എല്ലാവരും ഇല്ലല്ലോ, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. എന്നത്തെ പോലെ തന്നെ. അപ്പോൾ ഞങ്ങളുടെ ഈ കൈവശമുള്ള ഈ സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ സ്ഥാപിതമായത് എവിടെ? വിയ്യൂരാണ്. വിയ്യൂരല്ല. അറിയില്ല. കണ്ണൂർ. കൊല്ലമാണോ? കൊല്ലം. കണ്ണൂർ. എങ്ങനെയാണ്? ഞാൻ ചോദ്യം ശരിക്കും കേട്ടില്ല. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ സ്ഥാപിതമായത് എവിടെ? എനിക്കറിയില്ല. കണ്ണൂരുമല്ല, കൊല്ലവുമല്ല. തിരുവനന്തപുരത്ത് തന്നെയാണ്. തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പം പൂജപ്പുര ജയിലല്ലേ? അത് ജയിലിൽ കിടന്ന് ആരുമില്ല ഇതിനകത്ത്? ഇല്ല, പൂജപ്പുരയാണോ? പൂജപ്പുരയാണോ? പൂജപ്പുരയല്ല. അല്ലേ? തിരുവനന്തപുരത്ത് അല്ലാതെ കുതിരവട്ടോ? അത് കുതിരവട്ടോ? വേറെയാണ്, വേറെ. തിരുവനന്തപുരത്ത് അപ്പോൾ പോരയിടത്തുള്ളവരാരും ജയിലിൽ കിടന്നിട്ടില്ല, അതുകൊണ്ടാണ്. ജയിലിൽ കിടന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ സ്ഥാപിതമായത് എവിടെ? നമുക്കറിയില്ല. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ സ്ഥാപിതമായത് എവിടെ? അത് നെട്ടുകാൽത്തേരി, തിരുവനന്തപുരം ആണെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്കറിയത്തില്ല. എൻ്റെ ഓർമ്മ അതാണ്, നെട്ടുകാൽത്തേരി. ആ, അതെ, ശരിയാണ്. ശരിയായിട്ടുള്ള ഉത്തരമാണ്. സ്വന്തമായിട്ട് കൈയടിക്കുന്ന അണ്ണന് എല്ലാവരും കൂടെ ഒരു കൈയടി കൊടുത്താണ്. എനിക്ക് സഹായിച്ചു തരണ്ട. അതെ. സ്വന്തമായിട്ട് കൈയടിക്കുന്ന അണ്ണനെ ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും കൂടെ ഒന്ന് കൈയടിച്ചാണ്. അപ്പോൾ നെട്ടുകാൽത്തേരിയാണ് തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ
നെയ്യാർ ഡാമിൻ്റെ മാൻവളർത്തൽ കേന്ദ്രത്തിനോട് അടുത്തുള്ള ഒരു സ്ഥലത്താണ് നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ 472 ഏക്കറിൽ സ്ഥാപിതമായത്. അപ്പോൾ ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം നേടിയ അണ്ണൻ്റെ പേര് നൗഷാദ്. നൗഷാദ്. ഇവിടെ തന്നെയല്ലേ സ്ഥലമല്ലേ? ഇവിടെ ഇപ്പോൾ ഈ കാട്ടുപന്നിയുടെ ചാട്ടവും ഇഷ്ടം പോലെ ഉണ്ട്. വളരെ കഴിഞ്ഞ ദിവസം ഒരു ബൈക്കാരനെ മറിച്ചിട്ടല്ലേ? ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങളെക്കാട്ടും കൂടുതലും കാട്ടുപന്നികളാണ് കൂടുതലാണെന്നാണ് അല്ലേ? അപ്പോൾ സന്തോഷത്തോടുകൂടി ഈ സമ്മാനം സ്വീകരിച്ചാലും ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനം നേടിയിരിക്കുന്ന നൗഷാദാണ്. ഇനിയൊന്നുകൂടെ കൈയടിച്ചോ. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.